ശരിക്കും ഇന്ന് മോർണിംഗ് ടാസ്കിൽ നൂറ ഞെട്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ കൊടുത്ത ആ ഒരു കാര്യം, അതായത് ആ ഹൗസിനുള്ളിലെ ആരെപ്പോലെ ആകണം, ആരെപ്പോലെ ആകണ്ട ഒരു റോൾ മോഡൽ ആക്കണം എന്നുള്ള ആ ടാസ്കിൽ നൂറ സെലക്ട് ചെയ്തത് അനീഷിനെയാണ്. അതായത് എനിക്ക് അനീഷ് ഏട്ടനെ പോലെ ആകണം എന്നുള്ള തരത്തിൽ. അതായത് അനീഷ് എടുക്കുന്ന തീരുമാനങ്ങൾ, നിലപാടുകൾ, അതിലെല്ലാം അനീഷ് ഉറച്ചു നിൽക്കുമെന്നും അനീഷ് ഒരു അടിപൊളി കണ്ടസ്റ്റൻ്റ് ആണ് എന്നുള്ള തരത്തിൽ നൂറ അനീഷിനെ പൊക്കിയടിക്കുന്ന പോലെ കാര്യങ്ങൾ മാറി. അതുകൊണ്ട് തന്നെ അനീഷ് ഏട്ടനെ പോലെ ആകണം എന്നാണ് നൂറ പറഞ്ഞത്. ശരിക്കും അത് ആദിലേനെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നൂറ ആ ഒരു തരത്തിൽ അനീഷിനെ കുറിച്ച് പറഞ്ഞത്, അത് നൂറ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ജിസയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനീഷിനെ പോലെ ആയാൽ മതി എന്നുള്ളത്. ജിസയിലും പറഞ്ഞിട്ടുണ്ട്. അതായത് അനീഷ് രാവിലെ എഴുന്നേൽക്കുന്ന കണക്ക്, അല്ലെങ്കിൽ ആ ഒരു സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറയുന്ന കണക്ക് എല്ലാം ചിട്ടയായി ചെയ്യുന്ന ആ ഒരു ശീലം അനീഷിൻ്റേത് വളരെ നല്ലതാണ് എന്നും, അതുകൊണ്ട് തന്നെ അനീഷിനെ പോലെ ആകണമെന്നും ജിസയിലും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോർണിംഗ് ടാസ്കിൽ ജിസയിലും അതോടൊപ്പം തന്നെ നൂറയും അനീഷിനെയാണ് റോൾ മോഡൽ ആക്കണമെന്നുള്ള തരത്തിൽ സെലക്ട് ചെയ്തിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അനീഷ് അവർ പറഞ്ഞത് കേട്ട ഉടനെ തന്നെ തൊഴുകൈകളോടുകൂടി തന്നെ അത് സ്വീകരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയുമായിരുന്നു. എന്തായാലും രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ നൂറ എന്തായാലും അനീഷിൻ്റെ പേര് തന്നെയാണ് എടുത്തിട്ടത്. അത് ആദിലയെ സംബന്ധിച്ചിടത്തോളം അനീഷിനെ കുറിച്ച് നൂറ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ ഒരു ചിരിയോടെ ആയിരുന്നു ആദില കേട്ടുകൊണ്ടിരുന്നത്. കൂടുതൽ BB അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.